ഡിപ്രഷൻ അനുഭവപ്പെടുന്ന കാലയളവിൽ തന്നെ ചികിത്സ തേടിയിരിക്കണമെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം നൽകുന്ന മുന്നറിയിപ്പ്. മുന്നറിയിപ്പ് അവഗണിച്ചാൽ ഒരുപക്ഷെ വർഷങ്ങളോളം രോഗം നീണ്ടു നിന്നേക്കാം. എന്നാൽ പലപ്പോഴും രോഗം തിരിച്ചറിയുക വൻ ദുരിതങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ പിന്നെ അവരുടെ മനസ്സറിവില്ലാത്ത ചെയ്തികൾക്കുള്ള ശിക്ഷ നൽകാൻ ഈ രാജ്യത്തെ നിയമങ്ങളൊന്നും പോരാ എന്ന് തോന്നുന്ന പൊതുസമൂഹം രഹസ്യമായി വേറെയും ശിക്ഷകൾ നൽകി വരുന്നുണ്ട്. അത്തരത്തിൽ ക്രൂരമായ ഒരു ശിക്ഷ ഏറ്റുവാങ്ങി വെന്തു നീറി ജീവിക്കുന്ന അനുഭവമാണ് കോഴിക്കോട്ടെ സഫൂറ കേസ്. എൻ്റെ മോനിക്ക് സൈക്കിൾ കൊണ്ടുപോട്ടിട്ട് ഞാൻ എൻ്റെ മോനിക്കാരെ മായി കൊടുത്തിട്ടുണ്ടാവളി. ഓരോ പ്രായത്തിൽ നിന്ന് ഒരു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കോഞ്ഞ ഓർമ്മയാവും. എല്ലാവരോടും പറയാൻ ഹോർമോൺ വ്യതിയാനങ്ങൾ മാത്രമല്ല, ദാമ്പത്യ കലഹം, ഭർത്താവിന്റെ മദ്യപാനം, സാമ്പത്തിക ബുദ്ധിമുട്ട് തുടങ്ങി ചിലപ്പോഴൊക്കെ ചെറിയ ശബ്ദങ്ങൾ പോലും ദീർഘകാല പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് കാരണമാകും. ഇത്തരം പ്രശ്നങ്ങൾ അതിന്റെ രൗദ്രഭാവം പൂണ്ട് കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ്. 2018 മെയ് 15 കോഴിക്കോട് നാദാപുരം പോലീസ് സ്റ്റേഷൻ. FIR നമ്പർ 202/2018. കുടുംബ പ്രശ്നങ്ങൾ അതിന്റെ പാരമ്യത്തിലെത്തിയ ദിവസം. നരിപ്പറ്റ സ്വദേശി സഫൂറ പുറമേര് സ്വദേശിയായ ഭർത്താവ് കൈസിന്റെ വീട്ടിൽ വെച്ച് തന്റെ 4ഉം 1.5 വയസ്സും പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൈകാലുകൾ ബന്ധിച്ച് ബക്കറ്റ് വെള്ളത്തിൽ മുക്കി ജീവൻ പോയെന്നുറപ്പിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാനും മരിക്കും, ഓള് മാത്രം മരിക്കും ഒരിക്കലും വിചാരിക്കണം. മൂത്ത മകൾ ഇൻഷാലാമിയ മരണപ്പെട്ടു. 1.5 വയസ്സുള്ള മകൻ അമാൻ സയാനും സഫൂറയും അതിജീവിച്ചു. പക്ഷേ പിന്നീടുള്ള ജീവിതം മരണത്തേക്കാൾ ദാരുണമായി തീർന്നു. കാരണം കൊലപാതക കേസിൽ നിന്നും ഊരിപ്പോരാൻ ഭർത്താവ് ഖൈസിന്റെ നിർബന്ധപ്രകാരം രാജ്യത്ത് നിലവിലില്ലാത്ത ഒരു വ്യവസ്ഥയിൽ സഫൂറ ഒപ്പുവെച്ച് വിവാഹമോചനം നൽകാൻ നിർബന്ധിതയായി. അവർ വെച്ച കണ്ടീഷൻ തന്നെ മെയിനായിട്ട് കുട്ടീനെ ഇനി കാണാനോ പിന്നെ അങ്ങനൊരു സംവിധാനം നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അവർ നമ്മളാ വീടിൻ്റെ ഇത്ര മീറ്റർ പരിസരത്ത് നമ്മൾ പോകാനേ പാടില്ല എന്നുള്ളത്. കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ ആവശ്യം ഉന്നയിച്ചിട്ട് അവരുടെ ഭാഗത്ത് നമ്മൾ പോകാനേ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞു. വക്കീൽ മുഖാന്തരം തന്നെ. വക്കീലിന്റെ പേരെന്തായിരുന്നു? വക്കീൽ 2-3 വക്കീലുണ്ടായിരുന്നു. മെയിനായിട്ട് ഇവിടെ കല്ലാച്ചിമേലുള്ള ഒരു അലി വക്കീലായിരുന്നു. പിന്നെ കോഴിക്കോടുള്ള അശോകൻ വക്കീൽ. പിന്നെ അതിന് ശേഷം വേറൊരു വക്കീലിനെ കൊടുത്ത് അതിനെ കേസ് ഒഴിവായി കിട്ടിയത് ലാസ്റ്റ്. സ്വബോധത്തിലാണോ ആ കൃത്യം നടത്തിയതെന്ന് വീണ്ടും ചോദിക്കേണ്ടി വന്ന നിസ്സഹായ നിമിഷം. ജീവിച്ചു പോകുന്നു. സഫൂറ മനഃപൂർവ്വം ചെയ്തതല്ലോ, അറിഞ്ഞോണ്ടും ചെയ്തതാണ്. കുറേ ആളല്ല ഇപ്പം പറയുന്നത് എൻ്റെ ഫോണൊന്നും വാങ്ങി വെച്ചിട്ടില്ല, ആ ദേഷ്യത്തിനാണ് ഞാൻ കുഞ്ഞിനെ കൊന്ന്. എല്ലാവരും പറയുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടും ചെയ്തതാണ്. ഒന്നും പഠിച്ചോന്നും ആയിക്കോട്ടെ, അല്ലാണ്ട് ഇപ്പം ഞാൻ എന്തൊക്കെ. സംഭവശേഷം 6 മാസത്തോളം സഫൂറ കുതിരവട്ടം, മലപ്പുറം എന്നിവിടങ്ങളിൽ ചികിത്സ തേടി. വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നത് കഴിയുന്നതും ഒഴിവാക്കും. 6 കൊല്ലത്തിനുണ്ട് എന്തെങ്കിലും ചേഞ്ച് എത്ര ജീവിതത്തിൽ വേണ്ടേ. ഇവിടുന്ന് പുറത്തെങ്ങും പോകൂല. ഇപ്പം അത്യാവശ്യം പോകാൻ മടിയാ. ഒരു നടന്നും പെടുന്നും ഓരോരുത്തരെ നോക്കി ചിരിക്കലും പറയലും കയ്യലാണ് പോവുക. എല്ലാവരും ഒറ്റപ്പെടുത്ത. ഞാൻ കൊന്നില്ലേ മോളെ കൊന്ന് ജീവിക്കുന്നല്ലേ, അത് കേട്ട് എനിക്ക് മടുത്ത്. കുഞ്ഞിനെ കൊന്നുകൊണ്ടെന്നുള്ള പേരാ തീർത്തല്ലേ. ഇങ്ങനെ പറയുന്നതിനോട് ഞാൻ പറയൂ, നിങ്ങൾക്കെല്ലാം ഇങ്ങനത്തെ അവസ്ഥ വന്നല്ല തിരിയോ. അറിഞ്ഞുകൊണ്ടും ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്, അറിഞ്ഞുകൊണ്ടും ചെയ്തത്. അങ്ങനെ ഇരിക്കട്ടെ. വെറും 7 കിലോമീറ്റർ അപ്പുറം ജീവിക്കുന്ന തന്റെ മകൻ ഇപ്പോൾ ഏത് രൂപത്തിലിരിക്കുന്നു എന്ന് പോലും അറിയാത്ത അമ്മയുടെ വേദന ആരുടെയും നെഞ്ചകം പൊള്ളിക്കും. ഓൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കാണുമല്ലോ ഞാൻ ഓർമ്മയാവും. ഇടയ്ക്ക് വർക്കത്ത് കാണും. ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ പിന്നീട് കുട്ടിയുടെ വളർച്ചയുടെ? എല്ലാവരും കാണും, എനക്കാരും കാണിച്ചു തരുമല്ലോ. കൊല്ലോ നോക്കിയോണ്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും അവൻ അറിഞ്ഞാൽ മതി. ഞാൻ നാദാ അങ്ങോട്ട് പോകുമ്പോൾ നോക്കും അടങ്ങാനുണ്ടോ. ഇതുവരെ കണ്ടിട്ടില്ല.
സ്വബോധത്തിലല്ല സഫൂറ മക്കളെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് വ്യക്തം. ആരൊക്കെ എന്തൊക്കെ അന്യായങ്ങൾ നിരത്തിയാലും സ്വന്തം മക്കളെ കാണാൻ അമ്മയ്ക്കും അമ്മയെ കാണാൻ മക്കൾക്കും അവകാശങ്ങൾ ഉറപ്പു തരുന്ന ഒരു രാജ്യമാണിത്. അങ്ങനെയുള്ള രാജ്യത്തെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തമായി ഒരു നിയമാവലി ഉണ്ടാക്കി ആ അമ്മയെ വീണ്ടും ഭ്രാന്ത് പിടിപ്പിക്കുന്നത് മൗലികാവകാശ ലംഘനം തന്നെയാണ്. സംഭവശേഷം 3 മാസത്തിനുള്ളിൽ പുനർവിവാഹിതനായ ഖൈസിന് ഇപ്പോൾ 2 കുട്ടികളായി. തനിക്ക് വന്നു ചേർന്ന അനീതി പരിഹരിക്കാൻ മകനെ വഴിയിൽ വെച്ചെങ്കിലും കാണാൻ സഫൂറ എന്ന അമ്മ പല ശ്രമങ്ങളും നടത്തി നോക്കി. ഫലം വിഫലം. എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടില്ലാതുകൊണ്ട് അതെന്താ? കുഞ്ഞിനെ കൊല്ലുമോ നോക്കിയുണ്ട്. ഒരമ്മയ്ക്കും മകനും ജീവിച്ചിരിക്കെ ന്യായമായും കിട്ടേണ്ട അവകാശങ്ങൾ അന്യായമായി നിഷേധിക്കാൻ കൂട്ടുനിന്നവരിൽ നിയമവിദഗ്ധരും അണിനിരുന്നത് ലജ്ജാവഹമാണ്. മാത്രമല്ല, താൻ ജീവിച്ചിരിക്കുന്നു എന്ന് മകനെ അറിയിക്കാൻ വേണ്ടി മാത്രം ഓരോ ദിവസവും തള്ളി നീക്കുന്നു എന്ന സഫൂറയുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ മാത്രം ഹൃദയശൂന്യരാണോ പൊതുസമൂഹം എന്ന് തോന്നിപ്പോകുന്ന സംഭവം കൂടിയാണിത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം.